വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമേട്ടാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമേട്ടാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ആസാമിലെ ഗോൾപാര ജില്ലയിൽ സ്ഫോടനം, ജവാൻ കൊല്ലപ്പെട്ടു. ആസാം കലാപം, ഇരകൾക്ക് സർക്കാർ നീതി ഉറപ്പാക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. 12 സംസ്ഥാനങ്ങളിൽ വൈദ്യുതി മുടങ്ങി, കേരളത്തിൽ ലോഡ് ഷെഡിംഗ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് P. ചിദംബരത്തിന് ആഭ്യന്തര വകുപ്പ് സുശീൽ കുമാർ ഷിൻഡേക്ക്. മദ്യനയം റദ്ദാക്കൽ, സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. മർക്കസ് ജനറൽ മാനേജർ C. മുഹമ്മദ് ഫൈസി മദീനയിൽ നിന്നും ഇന്ന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ പങ്കെടുക്കുന്നു. റോഹിംഗ്യ മുസ്ലിങ്ങളെ പൗരന്മാരായി അംഗീകരിക്കില്ലെന്ന് മ്യാൻമർ മന്ത്രി. സൗദി അറേബ്യയിൽ പുകവലി നിരോധം ഏർപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ആസാമിലെ ഗോൽപാര ജില്ലയിലുണ്ടായ സ്ഫോടനത്തിൽ ജവാൻ കൊല്ലപ്പെട്ടു, 7 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 10:30ഓടെയാണ് സംഭവം. കൊക്രജാറിൽ നിന്ന് അഗിയറിയിലേക്ക് പോവുകയായിരുന്ന സൈനിക വാഹനത്തിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച ട്രക്കിൽ സ്ഫോടനം നടത്തുകയായിരുന്നു. നിരോധിത സംഘടനയായ ഉൾഫ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ആസാമിലെ കലാപബാധിത പ്രദേശങ്ങളിൽ ആഭ്യന്തരമന്ത്രി P. ചിദംബരം സന്ദർശനം നടത്തുന്നതിനിടെയാണ് സ്ഫോടനം. ആസാമിലെ കൊക്രജാറിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ ആക്രമണം മതേതര ഇന്ത്യക്ക് അപമാനമാണെന്നും ആക്രമണത്തിനിരയായവർക്ക് നീതിയും നഷ്ടപരിഹാരവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പുവരുത്തണമെന്നും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ-ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തുർക്കിയിൽ നിന്നയച്ച വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. സർവ്വവിഭാഗങ്ങൾക്കും തുല്യനീതിയും അവകാശങ്ങളും ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കും വിധം നീതിപൂർവകമായ പരിഹാര പ്രവർത്തനങ്ങളാണ് ആസാമിൽ ആവശ്യം. കലാപകാരികളെ നിയമത്തിന്റെ വരുതിയിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണം. ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണം. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സഹായധനം ക്രിയാത്മകമായി ചെലവഴിക്കാനും സർക്കാർ തയ്യാറാകണം. ഇരുവിഭാഗങ്ങൾക്കിടയിലും രജ്ഞിപ്പിന്റെ മാർഗം ആരായാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് കാന്തപുരം ആവശ്യപ്പെട്ടു. ജാതീയതയുടെയും വർഗീയതയുടെയും പേരിൽ ഇന്ത്യയിൽ വംശീയ വിഭജനം നടത്തുന്ന പ്രവണത ആശ്വാസകരമല്ലെന്നും കാന്തപുരം വ്യക്തമാക്കി. ഡൽഹി ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങി. വടക്ക് കിഴക്ക് പവർ ഗ്രിഡുകൾ തകരാറിലായതാണ് കാരണം. ഈ സംസ്ഥാനങ്ങളിലെ വൈദ്യുതീകരിച്ച പാതയിലൂടെയുള്ള ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു. ഡൽഹി മെട്രോ റെയിലിന്റെ പ്രവർത്തനം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. തുടർച്ചയായി 2ാം ദിവസമാണ് വൈദ്യുതി മുടങ്ങുന്നത്. വൈദ്യുതി പ്രതിസന്ധി കേരളത്തെയും ബാധിച്ചു. കേരളത്തിൽ അരമണിക്കൂർ വീതം ലോഡ് ഷെഡിംഗ് തുടങ്ങി. കേരളത്തിന് ലഭിക്കുന്ന ആകെ കേന്ദ്രവിഹിതം 1758 മെഗാവാട്ടാണ്. ഇതിൽ കേരളത്തിന് ഇന്ന് 685 മെഗാവാട്ട് വൈദ്യുതി കുറയും. ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ സിക്കിം, ആസാം, പശ്ചിമബംഗാൾ, ബീഹാർ, ഒറീസ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലും ജനജീവിതം തടസ്സപ്പെട്ടു. ഉത്തരേന്ത്യൻ ഗ്രിഡുകൾ തകരാറിലായതു കാരണം സംസ്ഥാനത്ത് അരമണിക്കൂർ ചാക്രിക ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി. ഗ്രിഡിലെ തകരാറ് പരിഹരിക്കുന്നതുവരെ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ഗ്രിഡ് തകരാറ് മൂലം കേരളത്തിന് 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് സംഭവിച്ചത്. സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും.
പ്രതിദിനം 3400 മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിന് ആവശ്യം. ഇതിൽ 1600 മെഗാവാട്ട് ജലവൈദ്യുത നിലയങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. കേന്ദ്രവിഹിതം 1269 മെഗാവാട്ടാണ്. ബാക്കി കൂടിയ വില കൊടുത്ത് പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് വാങ്ങുന്നു. ദേശീയ ഗ്രിഡ് തകരാറിലായതോടെ കേരളത്തിലെ വൈദ്യുതി 2000 മെഗാവാട്ടിൽ താഴെയായി. ഈ സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താതെ മറ്റു വഴിയില്ലാതെയായി. മന്ത്രി ആര്യാടൻ പറഞ്ഞു. മാറുകയല്ല, 900 മെഗാവാട്ട് നമുക്ക് CGS എന്ന സെന്ററിൽ നിന്ന് കിട്ടിയിരുന്നത് പോയി. അവർക്ക് തരാൻ യാതൊരു വഴിയില്ല. പിന്നെ പവർ മറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങാനും കിട്ടുന്നില്ല. പിന്നെ മറ്റ് യാതൊരു മാർഗവുമല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏതായാലും തൽക്കാലം 1.5 മണിക്കൂർ ചെയ്യാൻ പറഞ്ഞു. മദ്യനയം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സുപ്രീം കോടതി അഭിഭാഷകരെ തിരഞ്ഞെടുക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെയും നികുതി വകുപ്പ് സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തി. 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകേണ്ടതില്ലെന്ന സർക്കാർ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ബാറുകളുടെ ദൂരപരിധി സംബന്ധിച്ച വ്യവസ്ഥയും റദ്ദാക്കിയിരുന്നു. സർക്കാരിന്റെ പുതിയ മദ്യനയം വിവേചനപരവും വിനോദസഞ്ചാര മേഖലയെ തകർക്കുന്നതുമാണെന്ന് ഹൈക്കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചത്. ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തെ ധനമന്ത്രിയാക്കി കേന്ദ്രമന്ത്രിസഭയിൽ അടിച്ചുപണി നടത്താൻ പ്രധാനമന്ത്രി തീരുമാനിച്ചു. ചിദംബരം ഒഴിയുന്ന ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് സുശീൽ കുമാർ ഷിൻഡെ എത്തുമെന്നാണ് സൂചന. പാർലമെന്റ് സമ്മേളനം അടുത്തയാഴ്ച തുടങ്ങുന്ന സാഹചര്യത്തിൽ അടിച്ചുപണി ഉടനുണ്ടാകും. പ്രണബ് മുഖർജി രാജിവെച്ചതിനെ തുടർന്ന് ധനമന്ത്രാലയത്തിന്റെ ചുമതല പ്രധാനമന്ത്രി ഏറ്റെടുത്തിരുന്നു. പ്രധാനമന്ത്രി തന്നെ മന്ത്രാലയത്തിന്റെ ചുമതലയിൽ തുടരണം എന്നതായിരുന്നു സോണിയാഗാന്ധിയുടെ താൽപര്യം. എന്നാൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തുണ്ടാക്കാവുന്ന ഗുരുതര അവസ്ഥ മറികടക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ മുഴുവൻ സമയ ചുമതല വഹിക്കുന്ന മന്ത്രി തന്നെ ധനമന്ത്രാലയത്തിന് വേണമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ നിർദ്ദേശം അംഗീകരിച്ചാണ് പുതിയ മന്ത്രിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. മുമ്പ് ധനമന്ത്രിയായിരുന്ന ചിദംബരം തിരിച്ചെത്തുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന വിലയിരുത്തലാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അദ്ദേഹത്തെ ധനമന്ത്രാലയത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനത്തിന് പിന്നിൽ. റോഹിംഗ്യ മുസ്ലിം വിഭാഗത്തെ തള്ളിപ്പറഞ്ഞ് വീണ്ടും മ്യാൻമർ സർക്കാർ രംഗത്തെത്തി. മ്യാൻമർ പൌരന്മാരായി റോഹിംഗ്യകളെ പരിഗണിക്കാൻ ആകില്ലെന്നും രാജ്യത്തെ 150ഓളം വരുന്ന വംശീയ വിഭാഗത്തിൽ റോഹിംഗ്യകൾ ഇല്ലെന്നും മ്യാൻമർ കുടിയേറ്റ വകുപ്പ് മന്ത്രി തീൻ ഹിറ്റായി വ്യക്തമാക്കി. ആഴ്ചകൾക്ക് മുമ്പ് റോഹിംഗ്യകളെ തള്ളിപ്പറഞ്ഞ് പ്രസിഡന്റ് തീൻ സിൻ രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ 8 ലക്ഷത്തോളം വരുന്ന റോഹിംഗ്യ വിഭാഗം ബംഗ്ലാദേശിൽ നിന്നെത്തിയ കുടിയേറ്റക്കാരാണെന്നും ഇവരെ പൌരന്മാരായി അംഗീകരിക്കാൻ ആകില്ലെന്നുമാണ് കുടിയേറ്റ വകുപ്പ് മന്ത്രിയുടെ കണ്ടെത്തൽ. റോഹിംഗ്യ വിഭാഗത്തിനെതിരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ UN പ്രതിനിധി തോമസ് ഓജിയ ക്വിന്റാന മ്യാൻമറിലെത്തിയ സാഹചര്യത്തിലാണ് തീൻ ഹിറ്റായുടെ പ്രസ്താവന എന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം രാത്രി മ്യാൻമർ തലസ്ഥാനത്തെത്തിയ ക്വിന്റാന മ്യാൻമർ സർക്കാരിലെ പ്രതിനിധികളുമായും പ്രതിപക്ഷ നേതാവ് ആങ് സാൻ സൂകിയുമായും ചർച്ച നടത്താനിരിക്കുകയാണ്. 2 ആഴ്ച നീളുന്ന സന്ദർശനം നടത്താനാണ് ക്വിന്റാന ഇവിടെ എത്തിയിരിക്കുന്നത്. റോഹിംഗ്യ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണം നടത്തുന്ന ബുദ്ധവർഗീയവാദികൾക്ക് പ്രചോദനമാകുന്ന നിലപാടാണ് മ്യാൻമർ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്നതിന്റെ തെളിവാണ് കുടിയേറ്റ മന്ത്രിയുടെ പ്രസ്താവന. റോഹിംഗ്യ വിഭാഗത്തിന് നേരെ രൂക്ഷമായ ആക്രമണം നടന്നപ്പോഴും മ്യാൻമർ സർക്കാർ വർഗീയവാദികൾക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിരുന്നത്. ഇതിനെതിരെ ആഗോളതലത്തിൽ ശക്തമായ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. റോഹിംഗ്യ ആക്രമണത്തിനെതിരെ UN മനുഷ്യാവകാശ വക്താവ് നെവി പിള്ളയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്ര
ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ. സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ. സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടിച്ചുണരാം നമുക്കുകെതിരെ. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങളിൽ സൗദി അറേബ്യ പുകവലി നിരോധനം ഏർപ്പെടുത്തി. റെസ്റ്റോറന്റ്, കോഫി ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലും രാജ്യത്തിന്റെ പ്രധാന തെരുവുകളിലുമാണ് നിരോധനം പ്രാബല്യത്തിൽ വരിക. പുകവലിക്കുന്നതിന് പുറമെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും 18 വയസ്സിന് താഴെയുള്ളവർ വാങ്ങുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ SPAയിലൂടെ ആഭ്യന്തരമന്ത്രി അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരനാണ് നിരോധനം പ്രഖ്യാപിച്ചത്. പൊതുജനാരോഗ്യം മാനിച്ചാണ് നിരോധനം ഏർപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സൗദി കഴിഞ്ഞ വർഷം വിമാനത്താവളങ്ങളിൽ പുകവലി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ലോകത്തെ 4ാമത്തെ പുകയില ഇറക്കുമതി രാജ്യമാണ് സൗദി അറേബ്യ. 6 കോടിയോളം വരുന്ന സൗദി പൌരന്മാർ $8 കോടി പുകയില ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതെന്ന് വക്താക്കൾ അറിയിച്ചു. കടുത്ത ചൂടിൽ വെന്തുരുകുകയാണ് UAE. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ചൂടാണ് ജൂലൈ മാസത്തിൽ അനുഭവപ്പെട്ടതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ കണ്ടെത്തി. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ആദ്യമായാണ് ജൂലൈ മാസത്തിൽ ഉഷ്ണം ഉച്ചിയിലെത്തുന്നത്. 2003 അനുഭവിച്ച കഠിന ചൂടിനെ ഓർമ്മിപ്പിക്കും വിധത്തിൽ ഈ മാസം ചൂട് 50.4 ഡിഗ്രിയിൽ എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. കടുത്ത ചൂട് അനുഭവിക്കുന്ന സുഡാനിൽ താപനില കുറഞ്ഞിരിക്കെ UAEയിൽ ചൂടിന്റെ കാഠിന്യം കൂടിയത് കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ നിലയം നിലവിൽ വന്ന ശേഷം കടുത്ത ചൂട് അനുഭവിച്ചത് 2002 ജൂലൈ 30 അബുദാബിയിലെ അൽ ഗർബിയയിൽ അന്ന് 52.1 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2003 മുതൽ 2011 വരെ ഉയർന്ന താപനില 47.9 ഡിഗ്രിക്കപ്പുറം കടന്നിട്ടില്ല. ഇത്തവണ സുവൈഹാനിലാണ് 50.4 ഡിഗ്രി അനുഭവപ്പെട്ടത്. അൽ ഗർബിയയിൽ 50.3 ഡിഗ്രിയും. ചൂടിനൊപ്പം ഈർപ്പവും കൂടിയിട്ടുണ്ട്. ശരാശരി അന്തരീക്ഷ ഈർപ്പം 89 ഡിഗ്രിയാണെങ്കിലും ചില മേഖലകളിൽ 98 ഡിഗ്രി വരെ എത്തിയതായി അധികൃതർ വെളിപ്പെടുത്തി. സംഘടനാ വാർത്തകൾ. RSC ഉണർത്തു സമ്മേളന വാർത്തകൾ. പ്രലോഭനങ്ങളെ അതിജയിക്കാൻ RSC സ്നേഹസംഘത്തിന്റെ സ്നേഹ ശൃംഖല. സ്നേഹസംഘം സിന്ദാബാദ്, സ്നേഹസംഘം സിന്ദാബാദ്, സ്നേഹസംഘം സിന്ദാബാദ്, സ്നേഹസംഘം സിന്ദാബാദ്. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന സന്ദേശത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ RSC ഗൾഫിലെ 500 കേന്ദ്രങ്ങളിൽ ഉണർത്തു സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി RSC മക്ക സോണൽ കമ്മിറ്റി സ്നേഹ ശൃംഖല സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ കാലയളവിൽ സംഘടനയുടെ സേവന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തിരഞ്ഞെടുത്ത സ്നേഹസംഘത്തിന്റെ പ്രഥമ സോൺ തല സംഗമമായിരുന്നു മക്കയിലെ ഓഖാലിദ് നഗറിൽ നടന്നത്. സ്നേഹസംഘാംഗങ്ങൾക്ക് എഞ്ചിനീയർ നജീം തിരുവനന്തപുരം സേവന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പല ഓമന പേരുകളിലും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ പ്രവാസികൾക്ക് നേരെ വാളോങ്ങുമ്പോൾ അവയെ അതിജയിക്കാനുള്ള കരുത്ത് ആർജിക്കാനായി സ്നേഹസംഘാംഗങ്ങൾ കൂടുതൽ കരുത്തോടെ സേവന രംഗത്ത് സജീവമാകണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച RSC ഗൾഫ് ചാപ്റ്റർ സാംസ്കാരിക വിഭാഗം കൺവീനർ അബ്ദുൽ ജലീൽ വെളിമുക്ക് ഓർമ്മപ്പെടുത്തി. സാമ്പത്തിക ഭദ്രത, ലഹരിമുക്ത ജീവിതം, നല്ല സാമൂഹിക ബന്ധങ്ങൾ, സാംസ്കാരിക വ്യക്തിത്വം തുടങ്ങിയ ആശയങ്ങൾ പ്രവാസി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. RSC സൗദി ദേശീയ സമിതി അംഗം ഉസ്മാൻ കറുകത്താണി, സോൺ വൈസ് ചെയർമാൻ റഷീദ് വേങ്ങര, എഞ്ചിനീയർ മുനീർ വാഴക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. RSC ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി കുവൈത്ത് സിറ്റി സോൺ തല പ്രഥമ സംഗമം സ്നേഹ ശൃംഖല സാൽമിയ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഹാളിൽ വെച്ച് നടന്നു. ചെയർമാൻ ഷമീർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സോൺ ജനറൽ കൺവീനർ ജാഫർ ചപ്പാരപ്പടവ് സംഗമം ഉദ്ഘാടനം ചെയ്തു.
ദൌത്യവും നിയോഗവും എന്ന സെഷന് RSC നാഷണൽ ആക്ടിംഗ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് സഖാഫി നേതൃത്വം നൽകി. യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുത്ത RSCയുടെ സന്നദ്ധ സേവന വിഭാഗമായ സ്നേഹ സംഘാംഗങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടുന്നതിന് അവസരമൊരുക്കിയതായിരുന്നു രണ്ടാം സെഷൻ. സ്നേഹസംഘം ആർജിച്ചെടുക്കേണ്ട സാംസ്കാരികവും സാങ്കേതികവുമായ കഴിവുകളെ സംബന്ധിച്ചും സോൺ തലത്തിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റിയും വിശദീകരിച്ചു. പരിപാടികൾ പ്രവർത്തനമെന്ന മൂന്നാം സെഷന് അബൂബക്കർ സിദ്ദീഖ് കൂട്ടായി നേതൃത്വം നൽകി. പൊതുലോകത്തിന്റെ പ്രലോഭനങ്ങളെ അതിജയിക്കാൻ മദീനയിലെ അൻസാറുകളുടെ സഹനശീലവും സേവന മനസ്സും സ്വത്വങ്ങളിൽ പകർത്തുമെന്ന അവസാന സെഷനായ ശൃംഖലയിൽ സ്നേഹസംഘാംഗങ്ങൾ കൈകോർത്തു പിടിച്ച് പ്രതിജ്ഞ ചെയ്തു. മുഹമ്മദ് ബാദുഷാ മുട്ടന്നൂർ, സ്വാദിഖ് കൊയിലാണ്ടി, മുഹമ്മദ് അലി സഖാഫി പട്ടാമ്പി തുടങ്ങിയവർ സംബന്ധിച്ചു. സമൂഹത്തിലെയും വിപണിയുടെയും പ്രലോഭനങ്ങളിൽ വീഴാതെ ജീവിതത്തിൽ ആത്മീയ വിശുദ്ധി കാത്തുസൂക്ഷിക്കണമെന്ന് ICF മക്ക വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സഖാഫി അഭിപ്രായപ്പെട്ടു. നിസാന സ്റ്റഡി സർക്കിൾ മക്ക സോൺ കമ്മിറ്റിയും ICF മക്ക സെൻട്രൽ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇബ്രാഹിം സഖാഫി പൂക്കോട്ടൂർ, LKM ഫൈസി, അബ്ദുൽ ജലീൽ വെളിമുക്ക് തുടങ്ങിയവർ പങ്കെടുത്തു. അറിവിനെ സമരായുധമാക്കുക എന്ന ശീർഷകത്തിൽ ക്യാമ്പസുകളിൽ SSF നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി ഇന്ന് മെമ്പർഷിപ്പ് ദിനം ആചരിച്ചു. വിവിധ പ്രൊഫഷണൽ, ആർട്സ് ആൻഡ് സയൻസ്, പാരലൽ കോളേജുകൾ കേന്ദ്രമാക്കിയുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനത്തിലൂടെയാണ് SSF പുതിയ പ്രവർത്തകരെ ധർമ്മസംഘത്തിൽ കണ്ണികളാക്കുന്നത്. ക്യാമ്പസ് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി നിർവഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ K അബ്ദുൽ കലാം പങ്കെടുത്തു. സംസ്ഥാനത്തെ പ്രമുഖ പ്രൊഫഷണൽ കോളേജ് ക്യാമ്പസുകളിൽ സംസ്ഥാന ഭാരവാഹികളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ജില്ലാ നേതാക്കളും സംബന്ധിച്ചു. സംസ്ഥാന ക്യാമ്പസ് കൌൺസിൽ യോഗത്തിൽ ചെയർമാൻ PA മുഹമ്മദ് ഫാറൂഖ് നെയ്മി അധ്യക്ഷത വഹിച്ചു. ക്യാമ്പസ് സെക്രട്ടറി ഉമർ ഓങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ എന്ന ശീർഷകത്തിൽ മലപ്പുറം, എടപ്പാൾ എന്നിവിടങ്ങളിൽ നടന്ന റമദാൻ പ്രഭാഷണങ്ങൾ സമാപിച്ചു. മലപ്പുറത്ത് സമാപന ദിവസം നടന്ന പ്രഭാഷണ പരിപാടി SYS എറണാകുളം ജില്ലാ പ്രസിഡന്റ് TSK തങ്ങൾ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. 3 ദിവസമായി മലപ്പുറം ടൗൺ ഹാളിൽ നടന്നുവന്നിരുന്ന ഷാഫി സഖാഫിയുടെ പ്രഭാഷണ പരമ്പര ശ്രദ്ധേയമായി. തിരുനബിയുടെ പ്രഭാഷണങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. പ്രവാചകർ വിവിധ സന്ദർഭങ്ങളിൽ നടത്തിയ പ്രഭാഷണങ്ങളായിരുന്നു വിഷയം. SYS ജില്ലാ വൈസ് പ്രസിഡന്റ് PSK ദാരിമി അധ്യക്ഷത വഹിച്ചു. അലിഗഡ് യൂണിവേഴ്സിറ്റി MA അറബിക് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അബ്ദുറഹീം സഖാഫി പെരിങ്ങാട്ടുപുറത്തിന് SSF മലപ്പുറം ഡിവിഷൻ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് SSF സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി വിതരണം ചെയ്തു. എടപ്പാളിൽ നടന്ന ഡോക്ടർ ഫാറൂഖ് നെയ്മിയുടെ 3 ദിവസത്തെ ഖുർആൻ പ്രഭാഷണവും സമാപിച്ചു. വട്ടക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. PKM സഖാഫി ഇരിങ്ങല്ലൂർ, വാര്യത്ത് മുഹമ്മദ് അലി, K സിദ്ദീഖ് മൗലവി അയലക്കാട് തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. എടപ്പാൾ പൗരാവലിയുടെ ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് M മുസ്തഫ ഫാറൂഖ് നെയ്മിക്ക് കൈമാറി. റമദാൻ 25ാം രാവിൽ മടവൂർ CM സെന്ററിൽ ദുആ സമ്മേളനവും ആത്മീയ സദസ്സും സംഘടിപ്പിക്കുന്നു. സമൂഹ നോമ്പുതുറയോടെ പരിപാടികൾ ആരംഭിക്കും. ഉത്ബോധനം, ദിക്ർ മജ്ലിസ്, സ്വലാത്ത് ജൽസ, മൗലിദ് സദസ്സുകൾ, ഏത്തിക്കാഫ്, ദുആ സമ്മേളനം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളിലായി സയ്യിദ് ത്വയ്യിബ് ജമലുല്ലൈലി കല്ലൂർ, TK അബ്ദുറഹ്മാൻ ബാഖവി, സയ്യിദ് സക്കരിയ കാമിൽ സഖാഫി, സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ തുടങ്ങിയ പ്രമുഖ പണ്ഡിതർ പങ്കെടുക്കും. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ SYS സുന്നി യുവജന സംഘം സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും മർക്കസ് ജനറൽ മാനേജറുമായ C മുഹമ്മദ് ഫൈസി മദീനയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാൽ ചിരിത്താരുതിരാ, കൈരളിയിൽ ഹൈറുടരാം, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാൽ ഹരിത
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്മയുടെ നറുവസന്തം പെയ്തിറങ്ങുന്ന പുണ്യങ്ങളുടെ പൂക്കാലം വ്രതശുദ്ധിയുടെ വിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങ് ഇപ്പോഴുള്ളത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലാണ്, പുണ്യമദീനയിലാണ്. അവിടുന്ന് വരുന്ന ഓരോ വാക്കുകൾക്ക് വേണ്ടിയും പ്രവാചക പ്രേമികൾ ദാഹിക്കുകയാണ്. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും ഇന്റർനെറ്റ് റേഡിയോ, കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ, സുന്നി ഓൺലൈൻ റേഡിയോ വഴിയും ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് നിരവധി പ്രേക്ഷകർ അങ്ങയുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് പ്രവാചക നഗരിയിലെ വിശേഷങ്ങൾ? പ്രവാചക സവിധത്തിൽ നിന്നും പ്രേക്ഷകരോടായി നൽകാനുള്ള റമളാൻ സന്ദേശം എന്താണ്? പരിശുദ്ധ റമളാൻ മാസത്തിന്റെ യഥാർത്ഥമായ എല്ലാ അനുഭൂതികളും വിശുദ്ധ മദീനയിൽ കൂടുതൽ സജീവമായി മനസ്സിലും ശരീരത്തിലും പ്രകടമാവുകയാണ്. കാരണം യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈ വാക്യം അവതരിച്ചിട്ടുള്ളത് ഏതൊരു പുണ്യ നേതാവിൽ ആണോ അവിടുത്തെ സാന്നിധ്യത്തിൽ ആ വചനത്തിന്റെ യഥാർത്ഥമായ ആവിഷ്കാരം ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും ആത്മശുദ്ധിയുടെയും എല്ലാ അടയാളങ്ങളും ഈ മണ്ണിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. നല്ല ഉഷ്ണം മദീനയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ശരീരത്തെക്കാൾ മനസ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാരാധനയായതുകൊണ്ട് ലോകത്ത് ഏതെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ടോ അവയെ തരണം ചെയ്യുവാനും മനസ്സിനെ സ്ഫുടം ചെയ്യാനും ഇസ്ലാമിക സമൂഹത്തിന് കഴിയുന്നു എന്ന പ്രഖ്യാപനമായി റമളാനിലെ പ്രധാനുഷ്ഠാനങ്ങളെ ഇവിടെ കാണുകയാണ്. ലോകത്തിന്റെ കണ്ണാടിയാണ് മദീന. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മനുഷ്യപ്രതിനിധികൾ ഈ മണ്ണിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ വിപുലമായ ഒരു സംഗമത്തെ ഈ മണ്ണിൽ ഇവിടെ കാണുകയാണ്. കൂട്ടത്തിൽ റമളാൻ കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ധാരാളം ആശയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് പാവപ്പെട്ടവനും സമ്പന്നനും തമ്മിലുള്ള ആത്മബന്ധം. പണക്കാരൻ കൂടുതൽ പണം സമ്പാദിക്കുകയും മറ്റുള്ളവരെ സാമ്പത്തികമായി ചൂഷണം നടത്തുകയും ചെയ്യുന്ന അവസ്ഥകളാണ് ഇന്ന് ഭൗതിക മേഖലയിൽ നാം കാണുന്നതെങ്കിൽ പണക്കാരൻ അവന്റെ പണത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് നൽകുകയും സന്തോഷത്തോടെ അത് സ്വീകരിച്ചുകൊണ്ട് പണക്കാരനും ദരിദ്രനും ഒരേ അള്ളാഹുവിന്റെ അടിമകളാണെന്ന ബോധത്തോടുകൂടി സഹകരിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യം ഈ മണ്ണിൽ ഇവിടെ നാം കാണുകയാണ്. തറാവീഹ് നിസ്കാരത്തിന്റെ 20 റക്അത്തുകൾ ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസപരമായ മുഖ്യധാരയിലുള്ള അവരുടെ യോജിപ്പിന്റെ ഏറ്റവും വലിയ അടയാളമായി മദീനയിൽ കാണുമ്പോൾ വിശാല സ്റ്റഡി സർക്കിളിന്റെയും ICFന്റെയും മദീനയിലെ പ്രവർത്തകർ വളരെ ആവേശത്തോടുകൂടി ഇഫ്താർ പരിപാടികൾ സജ്ജമാക്കി അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് കൂടുതൽ അനുഭൂതി പകരുകയാണ്. മർക്കസ് സഖാഫത്ത് സുന്നിയ അടക്കമുള്ള കേരളത്തിലെ ഇസ്ലാമിക സ്ഥാപനങ്ങളുടെയും സുന്നി സംഘടനകളുടെയും അനുഭാവികൾ മദീനയിൽ മുസ്ലിം സമൂഹത്തിന്റെ വിവിധ പരിപാടികളിൽ പങ്കുചേർന്നുകൊണ്ട് തങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയത്തെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുമ്പോൾ അവരോടൊപ്പം മദീന ഹറമിലും ഇഫ്താറിലുമെല്ലാം സംബന്ധിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുകയാണ്. ലോകമെങ്ങുമുള്ള എല്ലാ സഹോദരന്മാരോടും
മർക്കസ് സഖാഫത്തി സുന്നിയയുടെ പേരിൽ മുസ്ലിം കേരളത്തിന്റെ പേരിലുള്ള സന്തോഷങ്ങളും അനുമോദനങ്ങളും അറിയിക്കുകയും ത്യാഗനിർഭരമായ ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഏതു സാഹചര്യങ്ങളിലും അള്ളാഹുവിന്റെ മതത്തിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. ആ ചിന്തയാണ് റമളാൻ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയമെന്ന് ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഉണർത്തി എല്ലാവർക്കും ആശംസകൾ വീണ്ടും അറിയിച്ച് ഓൺലൈൻ മീഡിയ രംഗത്ത് 12ാം വയസ്സിലേക്ക് കാലെടുത്തു വെക്കുന്ന കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം വിശിഷ്യ മർക്കസ് സഖാഫത്തി സുന്നിയുടെയും സംഘടനകളുടെയും മുഴുവൻ ചലനങ്ങളും ഒപ്പിയെടുത്ത് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുന്ന കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ആ പുണ്യമണ്ണിൽ നിന്നും ഈ സംരംഭത്തെക്കുറിച്ച് വിശുദ്ധ മദീനയിൽ നിന്ന് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എന്താണ് അതിന്റെ പ്രവർത്തകരോടായി അങ്ങേക്ക് നൽകാനുള്ള നിർദ്ദേശം? കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംബന്ധിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ചെറിയ വിഷയങ്ങൾ ചില മീഡിയകൾ വലുതായി കാണിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ആരോപണമുണ്ടാവാറുണ്ട്. മൊത്തത്തിൽ മീഡിയകളുടെ ഭാഗത്തുള്ള ഒരു വലിയ അബദ്ധമാണത്. ആ അബദ്ധങ്ങൾ ഒരളവോളം കേരള ഇസ്ലാമിക് മലബാറിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പരിഹരിച്ച് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് കൂടി മതിപ്പുണ്ടാകുന്ന പോസിറ്റീവായ ഭാഗങ്ങൾ എടുത്തു കാണിക്കുകയും അല്ലാത്ത കാര്യങ്ങൾ പരമാവധി മറച്ചുവെക്കുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ കേൾപ്പിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ട് മാന്യതയുടെയും നന്മയുടെയും ഒരു നിദർശനമായി നമ്മുടെ ഈ ക്ലാസ് റൂം മാറണം. പലപ്പോഴും ഇത് മാത്രം കേൾക്കുകയും ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ധാരാളം സഹോദരിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് മലയാളികളായ സ്ത്രീകൾ അവരുടെ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ക്ലാസ് റൂം ശ്രദ്ധിച്ച് മസാലകളും നിയമങ്ങളുമെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മടുപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള അശ്രദ്ധമായി ആരോ പറഞ്ഞ ഏതോ വാക്കുകൾ വീണ്ടും വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് അത് ഒരു പ്രശ്നമായി അവതരിപ്പിക്കുന്ന ശൈലി ചില മീഡിയകളിൽ കാണുന്നു. നമ്മുടെ മലബാർ ക്ലാസ് റൂമിന് അത്തരം അബദ്ധങ്ങൾ പലപ്പോഴും സംഭവിക്കാറില്ല. ഏതെങ്കിലും ന്യൂനതകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ അത് പെട്ടെന്ന് തിരുത്തുക എന്ന ശൈലി ക്ലാസ് റൂമിനുണ്ട് എന്ന് അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എപ്പോഴൊന്നും ഇത് കേൾക്കാനും കഴിയാറില്ല. മർക്കസിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും തുറന്നു നോക്കാൻ കഴിയാറില്ല. എങ്കിലും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ അനുഭവിച്ച ധാരാളം ആളുകൾ അത് എന്നോട് പറയാറുണ്ട്, പങ്കുവെക്കാറുണ്ട്. നിർണായക ഘട്ടങ്ങളിൽ ഏറെ ഉപകാരപ്പെടുന്ന ഈ മീഡിയ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘാടകർക്ക്, എല്ലാ പ്രവർത്തകർക്കും, മടവൂര് ജലീൽ അടക്കമുള്ള എല്ലാവർക്കും, പേര് പറയുന്നില്ല, മുജീബും, അങ്ങനെ ധാരാളം ആളുകളുണ്ട്, അവർക്കെല്ലാവർക്കും, ഇതിന്റെ എല്ലാ സംഘാടകർക്കും സഹകരിക്കുന്നവർക്കും ഈ റമളാന ബർക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാ വിജയങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ചുരുക്കുന്നു. നന്ദി. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ പങ്കെടുക്കാൻ അങ്ങയുടെ വിലപ്പെട്ട സമയം കണ്ടെത്തിയതിന് 1000 നന്ദി അറിയിക്കുന്നു. SYS സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും മർക്കസ് ജനറൽ മാനേജറുമായ C മുഹമ്മദ് ഫൈസിയുടെ പ്രവാചക നഗരിയിലെ വിശേഷങ്ങളും റമദാൻ സന്ദേശവുമാണ് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലൂടെ ഇതുവരെ കേട്ടത്. ഇന്ന് രാത്രി 10 മണിക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ റമദാൻ അതിഥിയായി UAEയിലെത്തിയ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ അഭിമുഖത്തിന്റെ പുനഃസംപ്രേഷണം KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ ഇന്ന് കേൾക്കാം. KMIC വാർത്തകൾ. ഇന്ത്യൻ സമയം 4:30 ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കാൻ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ഒരുക്കുന്ന സുവർണാവസരം. മസാലിഹ് ദേവ കോളേജ് മുദരിസ് ഫഖറുദ്ദീൻ ലത്തീഫിയുടെ നേതൃത്വത്തിൽ തജ്വീദ് ക്ലാസ് നടക്കും. ഇന്ത്യൻ സമയം 6:45
കർമ്മശാസ്ത്രപരമായ സംശയങ്ങൾ ദൂരീകരിക്കാൻ KMIC ഒരുക്കുന്ന ഫിഖ് ക്ലാസിന് സൈദി കൊട്ടുക്കര നേതൃത്വം നൽകും. കേന്ദ്ര ധനകാര്യ വകുപ്പ് P. ചിദംബരത്തിന് ആഭ്യന്തര വകുപ്പ് സുശീൽ കുമാർ ഷിൻഡേക്ക്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആസാമിലെ ഗോൾപാര ജില്ലയിൽ സ്ഫോടനം, ജവാൻ കൊല്ലപ്പെട്ടു. ആസാം കലാപം, ഇരകൾക്ക് സർക്കാർ നീതി ഉറപ്പാക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മദ്യനയം റദ്ദാക്കൽ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. സൗദി അറേബ്യയിൽ പുകവലി നിരോധം ഏർപ്പെടുത്തി. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.